സർക്കാരിന് പണം കണ്ടെത്താനുള്ള കുറുക്ക് വഴിയാണ് മദ്യവിൽപ്പനയെന്ന് KCBC സർക്കുലർ. പള്ളികളിൽ ഇന്ന് മദ്യവിരുദ്ധ ഞായർ ആചരിക്കാനാണ് ആഹ്വാനം. സർക്കാരിന്റെ മദ്യവിരുദ്ധ പ്രചാരണങ്ങൾ ഫലം കാണുന്നില്ല എന്ന വിമർശനം. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, നേരത്തെ തന്നെ സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിൽ KCBC അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിലായി. ഇപ്പോഴത് മദ്യവിരുദ്ധ ഞായർ ആചരിക്കുക എന്നതും പള്ളികളിൽ സർക്കുലർ വായിക്കുക എന്നുള്ള നിലയിലേക്കും KCBC പോകുന്നു. വിശദാംശങ്ങൾ എന്താണ് അമൽ? മദ്യത്തിനെതിരായിട്ടുള്ള KCBCയുടെ യുദ്ധം ഒരിക്കൽ കൂടി തുടങ്ങുകയാണ് എന്ന് വേണം പറയാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മദ്യവിരുദ്ധ ഞായറായിട്ട് കേരളത്തിലെ കത്തോലിക്ക പള്ളികളിൽ ആചരിക്കുവാനുള്ള ഒരു ആഹ്വാനം കേരള കത്തോലിക്ക മെത്രാൻ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇത് KCBC ആണ് പിന്നീട് ഇതിന്റെ സർക്കുലർ പുറപ്പെടുവിച്ചത്. ഏതായാലും ഇന്ന് കുർബാനയ്ക്കിടെ സർക്കുലർ പള്ളികളിൽ വായിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ സർക്കുലറിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് KCBCയുടെയും കത്തോലിക്ക സഭയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് മാറി മാറി വരുന്ന തുടർഭരണം കിട്ടി മാറി വരുന്ന സർക്കാരുകൾ പിന്നീട് തങ്ങൾക്ക് പണം കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച കുറുക്കുവഴിയായിട്ട് മദ്യവിൽപ്പനയെ കാണുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ബ്രൂവറി വിഷയത്തിലും IT പാർക്കുകളിൽ ബിയർ വൈൻ പാർലറുകൾ തുടങ്ങാനുള്ള നീക്കത്തിലും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സർക്കുലറിലുള്ളത്. അതോടൊപ്പം കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ മദ്യവിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ഫലം കാണുന്നില്ല എന്നൊരു വിമർശനവും ഈ ഒരു സർക്കുലറിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഏതായാലും മദ്യത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ പുതിയ ഒരു പോരാട്ടത്തിന്റെ നാന്ദി കുറിക്കലായിരിക്കും സർക്കുലർ എന്ന് നിസ്സംശയം പറയാം. ശ്രീജിത്ത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.